മുത്തപ്പൻ. ഇത് അല്ലേ? ആ ഇതല്ലേ? അതെ. ഇപ്പം എടുക്കുന്ന ഇതാണ്, ഈ ചിത്രമാണ്. നെടുമ്പ്രം മടപ്പറ തിരുവപ്പന മഹോത്സവം ജനുവരി അതിന് 19. കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചിത്രം ഇപ്പം തുന്നിക്കൊണ്ടിരിക്കുന്നത് സെയിം അല്ലേ? ഇത് നല്ല പണിയല്ലേ? നല്ല പണി. കട്ടൻ ടോക്സ് കാണുന്ന എല്ലാവർക്കും കട്ട മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യം ഞാനിപ്പോൾ കാണിക്കാം. കുറച്ച് ചിത്രങ്ങൾ തുന്നിയ, കുറച്ചേറെ ചിത്രങ്ങൾ തുന്നിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ ക്യാച്ച് എന്ന് പറയുന്നത്, ഇത് ചെയ്തിരിക്കുന്ന ആളെ ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് ചെയ്ത് തുടങ്ങിയ ഒരു സമയം, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ചിത്രങ്ങൾ കാണാം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ചൊക്ലിയിൽ കൃഷ്ണപുരം എന്ന് പറഞ്ഞ വീട്ടിലാണ്. എനിക്കേറെ സന്തോഷം തരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ അമ്മ ജനിച്ചു വളർന്ന വീട് കൂടിയാണ്. നമുക്ക് എന്തായാലും ചിത്രങ്ങൾ കാണാം നേരെ പോയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രങ്ങൾ. ഇത് തുന്നി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, നൂലുകൊണ്ട്. അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾ തുന്നിയിരിക്കുന്ന അമ്മമ്മയായിരിക്കുന്നത്. വയസ്സ് കഴിക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? 94 വയസ്സായി. 94 വയസ്സായി. ഇപ്പവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ചെയ്തിരുന്നു. ഇതെപ്പോ തുടങ്ങിയത്? തുടങ്ങി 84ാമത്തെ വയസ്സ് തുടങ്ങിയതാ. എന്താ അങ്ങനെ തുടങ്ങാനുണ്ടായ കാരണം? അതിന് കാരണം ഞാൻ പിന്നെ ജോലി ഇരുന്നു, ഇവർ സമ്മതിക്കില്ല എന്നെ അകത്തൊന്നും ജോലി ചെയ്യാൻ. പിന്നെ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ ടി വി കാണും. ടി വി കാണുമ്പോൾ മധു ലീവിൽ വന്നത്, അമ്മേ ടി വി ഇങ്ങനെ കണ്ടാൽ കണ്ണും പോയി പോവും, ആരോഗ്യവും പോയി പോവും. ഞാൻ വെച്ചു പിന്നെ എന്താ അവിടെ കിടന്നുറങ്ങുക വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം അവൻ വാങ്ങിക്കൊണ്ട് തന്ന ഇത് അതുപോലെ തുടങ്ങിയതാണ്. ഒന്നാമത്തെ ചിത്രം ഏതായിരുന്നു? അന്നിപ്പോൾ ഓർമ്മയില്ല. അല്ല, നമുക്ക് ഒന്ന് ചെയ്ത് കഴിയുമ്പം രണ്ട് ചെയ്യണം എന്ന് തോന്നിയത് എന്താ, അത് സമയം പോകുന്നുണ്ട്. വേറെ ഒന്നും ആലോചിക്കുകയും വേണ്ട, മറ്റു വേണ്ടാണ്ട് അനാവശ്യം പലതും ആലോചിച്ചുകൊണ്ടിരിക്കും. അതപ്പോൾ മനസ്സിനൊരു ഇപ്പോൾ മക്കളെല്ലാം അങ്ങല്ലേ, അതെന്തായി അപ്പം അതൊന്നും ചിന്തിക്കില്ല. രാത്രി കിടന്നാലേ എല്ലാം ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇപ്പം എത്ര ചിത്രമായി? എൻ്റെ 170 മറ്റായി, 179. ഇപ്പോൾ ഓർമ്മയില്ല, പണ്ടൊക്കെ ഉണ്ട്, ഓർമ്മയാവുന്നില്ല. അപ്പൊ ഈ എന്താ പറയാ, പ്രായമായി, അതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെയാ, ലേറ്റ് ആയി പോയി, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്? ഇത് വെറുതെ ഇരിക്കരുതെന്ന്. വെറുതെ ഇരുന്നാൽ ആരോഗ്യവും പോയിപ്പോവും, പിന്നെ വേണ്ടാത്ത ആലോചനകൾ വരും. ഇതാകുമ്പോൾ ഒന്നുമില്ല, അതിനൊരു സമയവും പോവും, മനസ്സിനൊരു ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ. അത് ഇപ്പൊ എത്ര ചിത്ര പ്രദർശനങ്ങളായി? ഇപ്പൊ ഇന്നലെ ചെന്നൈയിൽ പ്രദർശിപ്പിച്ചല്ലേ, ചെന്നൈ മലയാളി അസോസിയേഷൻ. ആദ്യം ഇവര് പുറമെ വെക്കാന്ന് വെച്ച് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ആരും കാണണ്ട, എനിക്ക് എൻ്റെ സമയം കളയാൻ ചെയ്ത പണിയാണ്, ഇത് ഒരാളെ കാണിക്കാനല്ല. അപ്പം ശരിയെന്ന് പറഞ്ഞ് ഇവർ അന്നേരം വിട്ടു. പിന്നെ എന്നോട് പറഞ്ഞു, പിന്നെ പുറത്തൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ വെച്ച് അങ്ങനെ ആയിക്കോട്ടെ. വീട്ടിലാണെന്ന് ഇവർക്ക് ഒരു ആശയല്ലേ, ആയിക്കോട്ടെ. അങ്ങനെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പ്രദർശനം. 94ാമത്തെ പിറന്നാളിനല്ലേ? പിറന്നാളിൻ്റെ അന്ന് ഇത് പിറന്നാളിൻ്റെ തലേ ദിവസം കുറേ ആൾക്കാർ വന്നു. ഒരുപാട് ആൾ വന്നിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഇതും, പിന്നെ ഒരു ദിവസം എൻ്റെ പിറന്നാളായിട്ട് അന്നും ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ പന്തലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ വരുന്ന കൂട്ടർക്കെല്ലാം ശാപ്പാടും എല്ലാം കൊടുത്തിരുന്നു. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഏതാ ചിത്രം? മുത്തപ്പൻ. ഇത് അല്ലേ? ഇതല്ലേ? അതെ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഈ ചിത്രമാണ്. നെടുമ്പ്രം മടപ്പറ തിരുവപ്പന മഹോത്സവം ജനുവരി 19. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചിത്രം ഇപ്പം തുന്നിക്കൊണ്ടിരിക്കുന്നത് സെയിം അല്ലേ? ഇത് നല്ല പണിയല്ലേ? നല്ല പണിയുണ്ട്. കാരണം ഈ ബ്ലാക്കും വൈറ്റും ചെറുതായിട്ട് തുന്നണം. എത്ര സമയം എടുക്കും ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ? ചില ചിത്രത്തിന്റെ വലിപ്പം മാതിരിയാ, വലിയതാണെന്ന് വെച്ചാൽ വേഗം കഴിയും. ഇത് ചെറുത് തന്നെ ധാരാളം സമയം എടുക്കണം. ഇത് മുഴുവനായിട്ടില്ല, ഇനിയും ജോലിയുണ്ട് ബാക്കി. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഈ ചിത്രങ്ങൾ വെച്ചിട്ട്? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു ആഗ്രഹവും തുന്നണം, എനിക്ക് ഇങ്ങനെ സമയം പോകണം, അത്ര ഒരാഗ്രഹവും ഇല്ല ജീവിതത്തിൽ. എല്ലാം സാധിച്ചു കഴിഞ്ഞു എനിക്ക്. എല്ലാം മക്കൾ എന്താ വേണ്ട വെച്ചാൽ എല്ലാം ചെയ്യുന്നു. അല്ല, മാത്രമല്ല ഇപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് മൂന്നാമത്തേതെല്ലാം ആകുമ്പോഴത്തേക്ക് മടുപ്പ് വരും. അങ്ങനെ വരാണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് അത് എനിക്ക് മടുപ്പല്ല, ഇത് കൂടുക, ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുക, മടുപ്പല്ല തോന്നുന്നത്, ഇൻട്രസ്റ്റാണ്. ഈ അമ്മയോടൊപ്പം തന്നെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, അമ്മയ്ക്ക് 11 മക്കളാണ്. അതിൽ മധു എന്ന മകൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ആദ്യം. ഈ മകൻ 84ാമത്തെ വയസ്സിൽ അമ്മ വെറുതെ ടി വി കണ്ട് കിടന്നുറന്ന് ചിന്തിച്ച് കൂട്ടുന്നതിന് പകരം ക്രിയേറ്റീവായിട്ട് ഓറിയൻറ്റ് ചെയ്ത്
ഈ ഒരു കഴിവിലേക്ക് തിരിച്ചു വിട്ടു എന്നുള്ളത് ഏറെ അഭിനന്ദനം അർഹിക്കുന്നത്. നമുക്കും നമ്മളെയും ഒന്ന് ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇൻസ്പയർഡ് മോട്ടിവേറ്റഡ് ആയല്ലോ അല്ലേ? ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല.